അമ്മാ ബഅദു. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിനെ സംബന്ധിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തഫ്സീറോട് എല്ലാ ദിവസവും ചോദിക്കണം. റൈസോ ബാക്കിയുള്ള തഫ്സീറോട് അർ-റഹ്മാൻ അർ-റഹീം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തിന് റഹ്മത്ത് എന്നത് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അതെങ്ങനെ അറിയാം? അള്ളാഹുവിൻ്റെ പേരുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കൊണ്ടുമാണ് അറിയുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇതിലെന്തുണ്ട്? അവരുടെ രീതിയുണ്ട്. ആര് സ്വീകരിച്ച രീതിയാണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും സ്വീകരിച്ച രീതിയാണത്. അതെന്താണ്? അള്ളാഹു സ്വന്തത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. അതിന് നമ്മൾ പറയൂല അത് ഉദ്ദേശം വേറെയാണ്, അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. ഈ പറഞ്ഞ വാക്ക് ശരി തന്നെ, പക്ഷെ വേറൊരു കൂട്ടർ പറയും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. വേറൊരു കൂട്ടർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ വേറൊരു കൂട്ടർ പറഞ്ഞു അത് ഇതുപോലെയാണ്, ഇതുപോലെയാണ്. ഇങ്ങനെ 4 രൂപത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരുകളെ പലരും സമീപിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് യദുല്ലാ. യദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയാണ്. ഒരു അറബിയാണ് സംസാരിക്കുന്നതെങ്കിൽ അവൻ എന്താ പറയുക? യദ് യദ്. മലയാളിയാണ് സംസാരിക്കുന്നത്, എന്താ പറയുക? കൈ. യദുല്ലാ, അള്ളാഹുവിൻ്റെ കൈ. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിന് കൈയുണ്ടെന്നോ? ആരാണ് യദുല്ലാ എന്ന് പറഞ്ഞത്? അള്ളാഹുവാണ് യദുല്ലാ എന്ന് പറഞ്ഞത്. പറഞ്ഞതാരാണ്? അള്ളാഹു തന്നെയാണ്. പിന്നെ നമ്മൾ പോയിട്ട് യദുല്ലാ എന്ന് പറയുന്നോ എന്ന് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. അള്ളാഹു സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം പറയാൻ അങ്ങനെയില്ല. അപ്പോൾ യദുല്ലാ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ കൈ പോലെ ഒരു കൈയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അത് വലിയ തെറ്റാണ്. കാരണം എന്താണ്? വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. ലൈസ കമിത്ലിഹി ഷൈ, അവൻ്റെ പോലെ ഒന്നും തന്നെയില്ല. ശരി, വേറൊരു കൂട്ടർ പറഞ്ഞു യദുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെ, പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്നതല്ല, യദല്ല, കയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നില്ല കയ്യല്ല. പിന്നെ അതെന്താണ്? അത് ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശക്തിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശക്തി എന്നുള്ള വാക്കറിയായിട്ടാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. ഏറ്റവും സത്യസന്ധമായി സംസാരിക്കാൻ അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ഇവർ പറഞ്ഞ തഫ്സീർ അറിയാതെ പോയോ? ശരി, ഇവർ പറഞ്ഞ തഫ്സീർ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാണ്ട് പോയോ? റസൂലുള്ളാഹിയാണ് നമുക്ക് ഖുർആൻ വിശദീകരിച്ചു തന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറഞ്ഞു തന്നില്ല. ഇനി പോരാത്തതിന് എന്ത് പറഞ്ഞു? ഇന്ന ഖുലൂബ ബനി ആദമ ഫി ബൈന ഉസ്ബുഈനി മിൻ അസാബിഇർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കാണിച്ചു. അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ, അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്നാരും കാണിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവർക്ക് മനസ്സിലായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകാതെ പോയോ? ഈ കാണിച്ചതിൻ്റെ അർത്ഥം എൻ്റെ 2 വിരൽ പോലത്തെ വിരലാണ് അള്ളാഹിൻ്റെതാണോ? അല്ല,
മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുണ്ട്? ഇസ്ബഅ, വിരൽ ഉണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യദ് ഉണ്ട്. അതെങ്ങനത്തേതാണ് നമുക്കറിയില്ല. വേറൊരു കൂട്ടർ പറഞ്ഞു യദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. യദ് യദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, അങ്ങനെ പറഞ്ഞവരുണ്ട്. അതും ശരിയല്ല. യദ് എന്നത് അറിയപ്പെട്ടതാണ്. ഇത് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിനെന്ന് വെച്ചാൽ റഹ്മത്ത് എന്ന സിഫത്ത് അള്ളാഹുവിനുള്ളതാണ്. കാരുണ്യം എന്ന സിഫത്ത് അള്ളാഹുവിനുള്ളതാണ്. അപ്പം ചില ആളുകൾ പറഞ്ഞു അങ്ങനെ ഒരു സിഫത്ത് അള്ളാഹുവിനില്ല. മനസ്സിലായോ? റഹ്മാനും റഹീമും പറയുമ്പോൾ പറയപ്പെടേണ്ട ഒരു കാര്യം ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാണ്, والرحمة التي أثبتها الله لنفسه رحمة حقيقية دل عليها السمع والعقل عليها السمع والعقل. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള യഥാർത്ഥത്തിലുള്ള സിഫത്ത് തന്നെയാണ്. ഖുർആനും സുന്നത്തും സമഅ് എന്ന് പ്രയോഗിക്കപ്പെടുക ഖുർആനും സുന്നത്തും, അതായത് കേട്ട് നമ്മൾ പഠിക്കുന്നത്. കേട്ട് പഠിക്കുന്നത് എന്താണ്? ഖുർആനും സുന്നത്തും. വൽ അഖൽ, ബുദ്ധിയും. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും റഹ്മത്ത് അള്ളാഹ്ക്കുണ്ട്. കേട്ട, അതായത് ഖുർആനും സുന്നത്തിലും അള്ളാഹുവിന് റഹ്മത്തുണ്ട് എന്നതിന് തെളിവുണ്ട്. വസ്സുന്നത്തു أما السمع فهو ما جاء في الكتاب والسنة من إثبات الرحمة وهو كثير جدا. ഖുർആനിലും സുന്നത്തിലാണെങ്കിൽ അതിനുള്ള തെളിവുകൾ എന്താണ്? ഒരുപാടാണ്. അല്ലേ? ഒരു കുട്ടീനെ യുദ്ധത്തിൻ്റെ ഇടയിൽ ഒരു മാതാവ് ഇങ്ങനെ അന്വേഷിച്ചിടന്ന് കിട്ടിയപ്പോൾ അതിനെടുത്തിട്ട് വാരി എന്ത് ചെയ്യാണ്? പാല് കൊടുക്കാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇത് ഈ കുട്ടിനെ ആ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ അത് തീയിൽക്കിടുമോ? അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് റഹ്മത്തുണ്ട്. ഹദീസിലും ഖുർആനിലും വന്നതാണ്. എന്നാൽ നമ്മളുടെ നാട്ടിൽ കാണുന്നവരായ അശ്അരി എന്ന് പറയുന്ന സൂഫികൾ, അതായത് സമസ്തക്കാർ, അവരുടെ അഖീദയാണ്, അവരുടെ വിശ്വാസം എന്ന് പറയുന്ന പേരാണ് അശ്അരിയ. എന്താണ് അശ്അരിയ? അശ്അരി വിശ്വാസക്കാർ. അത് എല്ലാ ആളുകളിലുമുണ്ട്. അശ്അരി വിശ്വാസമാണ് ഇന്ന് നമ്മളുടെ നാട്ടിൽ പൊതുവെ കാണപ്പെടുന്നൊരു വിശ്വാസം. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതാവായ ഹസനുൽ ബന്നയാകട്ടെ, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിൻ്റെ കയ്യിലാകട്ടെ, അതുപോലെ തന്നെ സമസ്തക്കാരുടെ കയ്യിലാകട്ടെ, ഇവരുടെയൊക്കെ അടിസ്ഥാനം എവിടെയാണ്? അശ്അരി ത്വരീഖത്താണ്. അശ്അരി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ അൽ അശ്അരി എന്ന് പറയുന്ന ഹിജ്റ 300കളിൽ ജീവിച്ചിരുന്ന അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങി. എന്തായാലും ആ വിശ്വാസത്തിൽ പെട്ടതാണ് അള്ളാഹുവിന് നമ്മൾ 7 സിഫത്തുകളെ സ്ഥാപിക്കൂ. എത്ര സിഫത്ത്? 7 സിഫത്ത്. ഒന്ന് ഹയാത്ത്, ജീവിതം, അതുപോലെ തന്നെ ഇൽമ്, ഖുദ്റത്ത് എന്ന് പറഞ്ഞ് സമഅ്, ബസർ, പിന്നെ ഇറാദത്ത് എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ 7 സിഫത്തുകൾ. എന്താ ഈ 7 സിഫത്തുകൾ എന്തിനാണ് സ്ഥാപിച്ചത്? അത് ഞങ്ങളുടെ ബുദ്ധി അംഗീകരിക്കുന്നതാണ്. ഖുർആനും സുന്നത്തിലും ഉള്ളത് തന്നെ, പക്ഷേ അത് സ്ഥാപിക്കണമെങ്കിൽ എന്ത് അംഗീകരിക്കണം? ഞങ്ങളുടെ ബുദ്ധി ശരി. അപ്പോൾ റഹ്മത്ത് നിങ്ങളെ ബുദ്ധി അംഗീകരിക്കുന്നില്ലേ? അതിനുള്ള മറുപടിയാണ്, ആ രൂപത്തിലുള്ള ചോദ്യവും ഉത്തരവുമാണ് ഇവിടെ ചോദിക്കുന്നത്. وقد أنكر قوم وصف الله تعالى بالرحمة الحقيقية. ഒരു ഖൗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥത്തിലുള്ള റഹ്മത്തിനെ അവർ നിഷേധിച്ചു. വഹറഫൂഹാ ഇലൽ ഇൻആം. അത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ല, അത് അനുഗ്രഹങ്ങൾ എന്ന്. അതിപ്പോൾ നമുക്ക് കണ്ണുണ്ട്, ആ കണ്ണിൻ്റെ പേരാണ്, അങ്ങനെ തന്ന അനുഗ്രഹങ്ങളുടെ പേരാണ് റഹ്മത്ത്. അതല്ലാതെ റഹ്മത്ത് എന്നൊരു സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല എന്നവർ പറഞ്ഞു. എന്നിട്ട് പറയാണ്, زعم منهم أن العقل يحيل وصف الله بذلك. അള്ളാഹുവിനെ റഹ്മത്ത് കൊണ്ട് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ബുദ്ധി അംഗീകരിക്കുന്നില്ല. എന്നിട്ട് അതിന് ന്യായം പറയാൻ പോവാണ്. لأن الرحمة انعطاف. എന്തുകൊണ്ടെന്നാൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുകമ്പ കാണിക്കലാണ്, ഇങ്ങനെ ഒരടുപ്പം കാണിക്കലാണ്. വലീൻ, അതുപോലെ ലോലത കാണിക്കലാണ്, നൈർമല്യത കാണിക്കലാണ്. വഖുദൂ', താഴലാണ്. അങ്ങനെ നമുക്കറിയാലോ, ഒരാൾ ഒരു കുട്ടീനെ ഒരു റഹ്മത്ത് കാണിക്കുന്ന അങ്ങനെ കാണിക്കലാണ്. വരിഖ, അതുപോലെ ഹൃദയം, അത് നൈർമല്യമാകലാണ്. വഹാദാ ലാ യലീഖു ബില്ലാഹി അസ്സ വജൽ. ഇതൊന്നും അള്ളാഹ്ക്ക് യോജിച്ചതല്ല, അതുകൊണ്ട് റഹ്മത്ത് അള്ളാഹ്ക്കില്ല.
വറദ്ദു അലൈഹിം മിൻ വജ്ഹൈൻ, ഇതിനുള്ള മറുപടി രണ്ട് രൂപത്തിലാണ്. ഒന്ന്, മൻഉൻ അൻ യകൂന ഫി റഹ്മത്തി ഖുദൂ' വൻകിസാർ വരിഖ. ഒന്നാമത്തത് റഹ്മത്തിൽ ഇങ്ങനെ താഴണം, അതുപോലെ തന്നെ ഹൃദയം നെറുമേലിപ്പെടണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഇങ്ങനെ ആയാലേ റഹ്മത്തുണ്ടാവും എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ്? ലിഅന്നനാ നജിദു മിനൽ മുലൂക്കിൽ അഖ്വിയാഇ റഹ്മതൻ ദൂന അൻ യകൂന മിൻഹും ഖുദൂഉൻ വരിഖത്തുൻ വൻകിസാർ. നമ്മൾ വളരെ ശക്തരായ രാജാക്കന്മാർ, വളരെ സ്വേച്ഛാധിപതികളെ രാജാക്കന്മാരിൽ നിന്ന് ചില സമയത്ത് എന്തുണ്ടാവാറുണ്ട്? റഹ്മത്തുണ്ടാവാറുണ്ട്. അവനത് കൊടുത്തേക്കും, അവനത് ചെയ്തേക്കും, അവൻ്റെ ജോലിക്ക് ആവശ്യമായതെന്തെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും, അവൻ്റെ ജീവിതത്തിന് ആവശ്യമായതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഖജനാവെന്ന് കൊടുക്കും എന്നൊക്കെ പറയും. അത് അയാളുടെ റഹ്മത്താണ്. അയാൾ അതിനു വേണ്ടി പോയിട്ട് അയാൾ ഇങ്ങനെ കാണിക്കലില്ല. നമ്മൾ കാണാറുള്ള കാര്യമാണ്. ഇതൊരു രാജാവാണ്, സാധാരണ മനുഷ്യന്മാരിൽപ്പെട്ടൊരു മനുഷ്യനാണ്, അയാൾക്കതുണ്ടാകാറില്ല. രണ്ടാമത്തെ കാര്യം, أنه لو كان هذا من لوازم الرحمة ومقتضياتها فإنما هي رحمة المخلوق. ഇനി അടുത്ത കാര്യം എന്താണ്? ഇനി റഹ്മത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴണം, കുനിയണം, പിന്നെ ഹൃദയം ഇങ്ങനെ പൊട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് ആരുടെ റഹ്മത്താണത്? സൃഷ്ടികളുടെ റഹ്മത്താണ്, മനുഷ്യന്മാരുടെ റഹ്മത്താണ്. നമ്മൾ സംസാരിക്കുന്ന ആരുടെ റഹ്മത്തിനെ കുറിച്ചാണ്? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ്. അതെന്താണ്? സൃഷ്ടികളുടെ ഇതുപോലെ ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും ആരുടെ പോലെയല്ല? ഒരു സൃഷ്ടിയുടെയും പോലെ അല്ല. അമ്മാ റഹ്മത്തുൽ ഖാലിഖ് സുബ്ഹാനഹു വ തആല ഫഹിയ തലീഖു ബിഅظമതിഹി വജലാലിഹി വസുൽത്താനിഹി വലാ തഖ്തദി നഖ്സൻ ബിവജ്ഹിൻ മിനൽ വുജൂഹ്. എന്നാൽ ഖാലിഖിൻ്റെ റഹ്മത്തോ അത് അള്ളാഹുവിന് യോജിച്ചതാണ്. ഒരു നിലക്കും ഒരു കുറവും അതിൽ ഇല്ലാത്തതാകും. ثم نقول, പിന്നെ നമ്മൾ പറയുന്നു, ഇന്നൽ അഖ്ല യദുല്ലു അലാ സുബൂത്തി റഹ്മത്തിൽ ഹഖീഖിയ്യത്തി ലില്ലാഹ്. തീർച്ചയായും ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും യഥാർത്ഥത്തിലുള്ള റഹ്മത്തുണ്ട് എന്ന് എന്തു പറയുന്നതാണ്? സ്ഥാപിക്കുന്നതാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവനക്ക് എന്ത് മനസ്സിലാവും? അള്ളാഹുക്ക് റഹ്മത്തുണ്ടെന്ന് മനസ്സിലാവും. ഇത് നേരത്തെ പറഞ്ഞ എന്താണ്? ബാക്കിയുള്ള തെളിവുകൾക്ക് മറുപടി പറഞ്ഞു. ഇനി നിങ്ങൾ പറയുന്നു ബുദ്ധി വെച്ചിട്ട് പറ്റില്ല. ബുദ്ധി വെച്ചിട്ടും ഇങ്ങനെ തന്നെ. ബുദ്ധി വെച്ചാൽ എന്താണ്? റഹ്മത്തുണ്ട് എന്ന് തന്നെയാണ് തെളിയുക. എന്താണത്? فإنما نشاهده من المخلوقات من الرحمة بينها ويدل على رحمة الله عز وجل. തീർച്ചയായും നമ്മൾ സൃഷ്ടികൾക്കിടയിൽ കാണുന്ന ഈ റഹ്മത്ത് അത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൻ്റെ അതിൽ നിന്നുള്ളതാണ്. വല്ലാഹു അഹഖു ബിൽ കമാൽ. നോക്കി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അയാളെക്കുറിച്ച് പറയാണ്, ഇയാൾക്ക് റഹ്മത്തില്ലാത്ത മനുഷ്യനാണ്. ഇത് കുറ്റാണോ കുറവാണോ അതല്ല നന്മയാണോ? അത് കുറവാണ്, കുറ്റാണ്. ഒരു റഹ്മത്തും കാണിക്കാത്തൊരു മനുഷ്യൻ, ഇത് കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പൂർണ്ണതകളും ഉള്ളവനാണ്, കുറവുകളുള്ളവനല്ല. എൻ്റെ എൻ്റെ റബ്ബ് റഹ്മത്തില്ലാത്തവനാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണോ? എൻ്റെ റബ്ബ് റഹ്മത്തുള്ളവനാണ്. എൻ്റെ റബ്ബ് ആരാണ്? റഹ്മത്തുള്ളവനാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ എഴുതിയെന്ത്? ഇന്ന റഹ്മത്തി സബഖത് ഗദബി. എൻ്റെ റഹ്മത്ത് എൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് ഗദബുണ്ട്, കോപമുണ്ട്, അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്. പക്ഷേ എൻ്റെ റഹ്മത്ത് എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. പക്ഷെ ഈ കോപവും ഈ റഹ്മത്തും ഇത് നമ്മളൊക്കെ കോപിക്കുന്ന പോലെ, നമ്മളൊക്കെ റഹ്മത്ത് ചെയ്യുന്ന പോലെയാണോ? അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പോലെയാണ്. അള്ളാഹുവിൻ്റെ പോലെ ഒന്നും തന്നെ ഇല്ല. ثم إنما نشاهده من الرحمة التي يختص الله بها كإنزال المطر وإزالة الجدب وما أشبه ذلك يدل على رحمة الله. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുന്നതും ഒക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തെളിയിക്കുന്നതാണ്. ഇനി ശൈഖ് പറയാണ്, വല അജബു, അത്ഭുതം എന്തെന്നാൽ
أن منكري وصف الله بالرحمة الحقيقية بحجة أن العقل لا يدل عليها أو أنه يحيلها قد أثبتوا لله إرادة حقيقية بحجة عقلية أخفى من الحجة العقلية على رحمة الله. അതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ റഹ്മത്തിനെ നിഷേധിച്ച ആളുകൾ അവരെന്ത് ചെയ്തു? ഇറാദത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തു. അള്ളാഹ്ക്ക് റഹ്മത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പിന്നെ എന്തുണ്ട്? ഉദ്ദേശമുണ്ട്. മനസ്സിലായോ? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു 7 സിഫത്തുകളല്ലേ വെച്ചത്. അതിലൊരെണ്ണം എന്താണ്? ഇറാദ, ഉദ്ദേശിക്കുക. ഉദ്ദേശിക്കൽ അള്ളാഹ്ക്ക് പറ്റൂ. മനസ്സിലായോ? റഹ്മത്ത് അള്ളാഹ്ക്ക് പറ്റൂല. മനസ്സിലായോ? അപ്പൊ ഈ ഉദ്ദേശം അവരെന്ത് പറഞ്ഞു? ഉദ്ദേശം എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. പക്ഷെ റഹ്മത്ത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. യഥാർത്ഥത്തിൽ റഹ്മത്താണ് ബുദ്ധിക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്, മനസ്സിലാകുന്നത്. ഇറാദ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് പെട്ടെന്ന് എന്താണെന്നല്ല, മനസ്സിലാവുന്നതല്ല. അതായത് ഉദ്ദേശം, അള്ളാഹു ഉദ്ദേശിക്കുന്നു, അത് ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നു, ശരിയാണ്, അവർ പറഞ്ഞത് ശരിയാണ്, ബുദ്ധിപരമായി അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ റഹ്മത്ത് അതിനേക്കാൾ അംഗീകരിക്കേണ്ടതാണ്. حيث قالوا അവർ പറഞ്ഞു إن تخصيص بعض المخلوقات بما تتميز به يدل عقلا على الإرادة ولا شك أن هذا صحيح. അവർ പറഞ്ഞു സൃഷ്ടികൾക്ക് ഇന്നത് ചിലത് ഇവർക്ക്, ഇന്നത് ഇവർക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിക്കുന്നത്, പ്രത്യേകപ്പെടുത്തുന്നത് അത് അള്ളാഹുവിൻ്റെ ഇറാദയെ, ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവനിക്ക് ഇന്നത് കിട്ടി, അവനിക്ക് ഇന്നത് കൊടുക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് അതവർക്ക് കിട്ടിയത്. അപ്പോൾ ഇവർ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. ഇന്നതിനത് കിട്ടിയത് എന്തുകൊണ്ടാണ്? അള്ളാഹു കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അപ്പോഴോ ولكنه بالنسبة لدلالة آثار الرحمة عليها أخفى بكثير. എന്നാൽ റഹ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, റഹ്മത്തിൻ്റെ തെളിവ് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ഇത് വളരെ ദുർബലമായ തെളിവാണ്. തെളിവ് ശരിയാണ്, പക്ഷെ റഹ്മത്തിൻ്റെ തെളിവ് നമുക്ക് അന്വേഷിച്ച് പോകണോ? നിന്റെ കണ്ണ് അള്ളാഹിൻ്റെ റഹ്മത്താണ്, നിന്റെ ചെവി അള്ളാഹിൻ്റെ റഹ്മത്തുകൊണ്ട് നിനക്ക് കിട്ടിയതാണ്, നിനക്ക് ആരോഗ്യത്തോടെ നടക്കാൻ പറ്റുന്നത് അള്ളാഹിൻ്റെ റഹ്മത്തുകൊണ്ട് നിനക്ക് കിട്ടിയതാണ്. ഇത് പറയാൻ എന്ത് വേണ്ട? ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ബുദ്ധി വെച്ച് സ്ഥിരീകരിച്ചവന് ഇത് ബുദ്ധി വെച്ച് സ്ഥിരീകരിക്കാൻ എന്തേ പ്രയാസം? لأنه لا يتفطن له إلا أهل النباهة. നല്ലോണം ചിന്തിക്കുന്നവർക്കേ മറ്റേ ഇറാദത്തിൻ്റെ തെളിവ് അവനക്ക് മനസ്സിലാവുള്ളൂ. നല്ലോണം പഠിച്ചാൽ മനസ്സിലാക്കിയ ശരിയാണ്, അള്ളാഹു എന്നത് ഉദ്ദേശിച്ചതുകൊണ്ടാണ് എന്നത്, അപ്പോൾ അള്ളാഹുവിന് ഉദ്ദേശമുണ്ട്. എന്നാൽ റഹ്മത്തിൻ്റെ കാര്യമോ? വയസ്സായ ഒന്നും പഠിക്കാത്ത ഒരു പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്ക്, ഒരു വയസ്സായ ഒരു വൃദ്ധയായ സ്ത്രീയോട് ചോദിച്ചു നോക്ക്, അള്ളാഹിൻ്റെ റഹ്മത്ത്, സുബ്ഹാനല്ലാഹ്, ഈ കാണുന്നൊക്കെ അള്ളാഹിൻ്റെ റഹ്മത്തല്ല മക്കളെ എന്ന് പറയും. അള്ളാഹിൻ്റെ ഉദ്ദേശത്തിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് എങ്ങനെയെന്ന് എനിക്കറിയാൻ പറയാറില്ല. മറിച്ച് റഹ്മത്തിനെ കുറിച്ച് ചോദിച്ചാൽ 100 നാവ് അവർക്കുണ്ടാവും. അതിനെന്ത് വേണ്ട? ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാകും. നമ്മൾ ഒരു സാധാരണക്കാരോട് ചോദിച്ചാൽ എന്താണ്, ഒരു മഴയുള്ള ദിവസം ഒരു സാധാരണക്കാരനോട് ചോദിക്കുകയാണ്, ഭീമമുത്തൂർന, എങ്ങനെ നമുക്ക് മഴ കിട്ടിയത്? എന്തുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത്? അവൻ പറയും അള്ളാഹിൻ്റെ റഹ്മത്തുകൊണ്ടും ഫദ്ലുകൊണ്ടുമാണ്, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ്. എന്നാരും പറയും സാധാരണക്കാരൻ, അറബി കോളേജിൽ പഠിക്കണ്ട, പള്ളി വന്ന് ഓതണ്ട, അവനോട് ചോദിച്ചാൽ അവൻ പറയും അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ്, ഇല്ലേ? അള്ളാഹിൻ്റെ ഉദ്ദേശം കൊണ്ടാണെന്നല്ല അവൻ പറയാ. സ്വാഭാവികമായിട്ട് അവൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ റഹ്മത്ത് കൊണ്ടാണെന്ന് പറയാനാണ് സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സ് ആദ്യം കൊതിക്കുക, ആദ്യം പറയാം. തയ്യും ഇവിടെ വരെയാണ് റഹ്മത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച. റഹ്മത്ത് എന്നത് അള്ളാഹുവിന് യഥാർത്ഥത്തിലുള്ള സിഫത്താണ്. അതിനെ നിഷേധിക്കുന്നവർ ആ വിഷയത്തിൽ തെറ്റുപറ്റിയവരാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഏത് അള്ളാഹുവിൻ്റെ വിശേഷണത്തിനെയും നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ. ഇമാം മാലിക് റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരു ആൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തിൽ ഇറങ്ങും, എങ്ങനെ ഇറങ്ങും ചോദിച്ചു. അല്ല, ഒന്നുകിൽ അതല്ല, ഇസ്തിവ, അള്ളാഹു അർശിന് മുകളിൽ ആരോഹിതനാണ്, അർശിന് മുകളിലാണ്, എങ്ങനെയാണിപ്പോൾ അത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇസ്തിവ മുകളിലാവുക എന്നത് അറിയപ്പെട്ടതാണ്, എന്നാൽ അതെങ്ങനെയാണ് എന്നത് അറിയപ്പെടാത്തതാണ്. അതിനെക്കുറിച്ച് ചോദിക്കൽ ബിദ്അത്താണ്. എന്നിട്ട് ആളോട് സദസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ആളോട്, കാരണം ഇമ്മാതിരി ചോദ്യം ചോദിക്കണവൻ ആരായിരിക്കും? അവരുടെ കാഴ്ചപ്പാടിൽ ബിദ്അത്തുകാരനാണ്. ഈ സദസ്സിൽ നിന്ന് അവർ പുറത്തു പോകണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല. കൈയെന്ന് ചോദിച്ചാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, കൈയാണ്. പക്ഷെ എൻ്റെ കൈ പോലെയാണോ? അല്ല. എങ്ങനെയാണത് അറിയൂല, എന്ത് പോലെയാണത് അറിയൂല. പിന്നെയോ അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ. അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെ തന്നെ അള്ളാഹിൻ്റെ കൈ നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ വലുപ്പം നമുക്കറിയാത്തതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഓരോ കാര്യങ്ങളുടെയും കാര്യം നമുക്ക് അറിയുകയില്ല. നരകത്തിന് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാൽപാദം വെക്കും. അപ്പോൾ നരകന്തിയും ചുരുങ്ങിയിട്ട് പറയും, ഖത്ത് ഖത്ത്, മതി മതി എന്ന് പറയും. അതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇനിയുണ്ടോ ഇനിയുണ്ടോ, ഹൽ മിൻ മസീദ് ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ ഇനിയുണ്ടോ. ഇത് വെക്കുമ്പോൾ അവരെന്ത്, നരകന്തിയും മതി മതി റബ്ബേ എന്ന് പറയും. തയ്യിബ്, ഇതാണ് റഹ്മത്തുമായി ബന്ധപ്പെട്ട ചർച്ച. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമുമായി ബന്ധപ്പെട്ട ബാക്കി വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ സംസാരിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.